അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിക്കുവീൻ. ഇത് പറഞ്ഞപ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിന് രണ്ടാം സ്ഥാനമാണെന്ന് ആരും വിചാരിക്കരുത്. പരിശുദ്ധ ഖുർആനാണ് ഒന്നാം പ്രമാണം, ഹദീസാണ് രണ്ടാം പ്രമാണം എന്ന് നമ്മൾ തർത്തീബിനായി ഒരു ക്രമത്തിന് വേണ്ടി എണ്ണുന്നു എന്നുള്ളതല്ലാതെ ഹദീസിൽ പറഞ്ഞ ഒരു കാര്യം അത്ര നിർബന്ധമല്ല എന്ന് ആരും ധരിക്കേണ്ടതില്ല. പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നമാ വജബ ഫീ സുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലദീ വജബ ഫിൽ ഖുർആനി മിൻ അംരിൻ വനഹിയിൻ വഹാദാ വാദിഹുൻ. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിലൂടെ ഒരു കാര്യം നമുക്ക് നിർബന്ധമായാൽ, അഥവാ ഏതെങ്കിലും ഒരു കൽപ്പനയോ വിരോധമോ ഒരു ഹദീസിലൂടെ വ്യക്തമായി കഴിഞ്ഞാൽ അത് ഖുർആനിൽ വ്യക്തമായതുപോലെ തന്നെയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം അതും പ്രമാണം തന്നെയാണ്. കാരണം അല്ലാഹു തആല അല്ലാഹുവിനെ അനുസരിക്കൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ നിരുപാധികം നിങ്ങൾ ആരെയും അനുസരിക്കണം? അല്ലാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കണം എന്നാണ് അല്ലാഹുവിൻ്റെ കൽപ്പന. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതെന്തും അല്ലാഹു തആല പറഞ്ഞു കൊടുത്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടും പ്രമാണമാണ് എന്ന് നമ്മൾ ഗൗരവത്തോടെ അറിയണം. ഇതെന്തിനാണ് പറയേണ്ടി വരുന്നത്? ഇന്നും ഹദീസുകളോട് പുച്ഛഭാവം വെച്ചു പുലർത്തുന്ന എത്രയോ പിഴച്ച കക്ഷികളെയും വ്യക്തികളെയും നമുക്ക് കാണുവാൻ സാധിക്കും. അത് ഹദീസല്ലേ? ഹദീസുകൾക്ക് ഖുർആനിന്റെ വിലയില്ല, ഖുർആനിലുണ്ടെങ്കിൽ അതാണ് ഞങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ഹദീസുകളെ മുഴുവനായി നിഷേധിക്കുന്നവരും ഭാഗികമായി നിഷേധിക്കുന്നവരും തന്നിഷ്ടങ്ങൾക്ക് യോജിച്ചു വരുന്നവ സ്വീകരിക്കുന്നവരും തന്നിഷ്ടങ്ങൾക്ക് യോജിക്കാത്തവയെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഇങ്ങനെ ഭാഗിക നിഷേധികളും സമ്പൂർണ്ണ നിഷേധികളുമൊക്കെ ഇന്ന് ലോകത്ത് മുസ്ലിമീങ്ങളെന്ന് പറയുന്നവരുടെ കൂട്ടത്തിൽ തന്നെ ഹദീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. വിശ്വാസികളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെയും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും വാക്കുകൾ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വാക്കല്ലേ, അതിന് വിലയില്ല എന്ന് കാണരുത്. കാരണം അതും അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവിടുന്ന് നമ്മോട് പറയുന്നത്. ഹദീസുകളെ തള്ളുന്നു എന്നതിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ തള്ളുന്നു എന്നാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുവീൻ എന്ന കൽപ്പന വന്നത് ഖുർആനിലാണ്. എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനങ്ങളെ ഒരാൾ തള്ളുന്നുവെങ്കിൽ അള്ളാഹു അനുസരിക്കാനും പിന്തുടരാനും കൽപ്പിച്ച വചനങ്ങളെയാണ് ഒരാൾ തള്ളിക്കളയുന്നത്. ഫലത്തിൽ ഹദീസ് നിഷേധികൾ ഖുർആൻ നിഷേധികളായി മാറുന്ന കാഴ്ചയാണ്, അല്ലെങ്കിൽ ഗുരുതരമായ അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടായിത്തീരുന്നത് എന്നുള്ളത്. ആ അടിസ്ഥാനപരമായ കാര്യം എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിക്കൽ നമ്മുടെ കടമയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് അതാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ചാലേ രക്ഷപ്പെടുകയുള്ളൂ. അത് ശേഷം അള്ളാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ ഈ ആയത്തിലൂടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, റസൂലിനെയും നിങ്ങൾ അനുസരിക്കണം. തുടർന്നു കൊണ്ട് പറയുന്നു, ഫൈൻ തവല്ലൗ, എന്നാൽ നിങ്ങൾ പിന്മാറിക്കളയുകയാണെങ്കിലോ. ഈ കൽപ്പനയൊക്കെ കേട്ടു നമ്മളൊക്കെ ചിന്തിക്കണം, നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് ആലോചിക്കണം. അള്ളാഹുവിൻ്റെ റസൂലിനെ പിൻപറ്റണം, അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കണം, അവിടുത്തെ റസൂലിനെയും അനുസരിക്കണം എന്ന് അള്ളാഹു നമ്മോട് കൽപ്പിച്ചു കഴിഞ്ഞു. എങ്കിൽ അത് നിർബന്ധമായി, നമ്മുടെ മേലത് നിർബന്ധമാണ്, നമ്മുടെ മേലത് ഏറ്റവും വലിയ ഫർളായ കാര്യമാണ്. എങ്കിൽ ഒരാൾ അതനുസരിക്കാതെ പിന്മാറിക്കളയുകയാണെങ്കിലോ, ഫൈൻ തവല്ലൗ, ഇനി അവർ പിന്മാറിക്കളയുകയാണെങ്കിലോ,
ഇതിലൊന്നും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. അങ്ങനെ പല ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. ഖുർആനിലുണ്ടോ? പറയൂ, ഞങ്ങൾ സ്വീകരിക്കാം. ഹദീസുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് അംഗീകരിക്കുകയില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു കാലഘട്ടത്തിൽ വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ കൃത്യമായി നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ്. അവിടുന്ന് പറഞ്ഞു ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ ചില ആളുകൾ അവരുടേതായ ചാരി കസേരകളിൽ ഇരുന്നു കൊണ്ട് അവർ പറയുന്ന ഒരു കാലഘട്ടം വരും. എന്താണ് അവർ പറയുക? ബൈനനാ വ ബൈനക്കും കിതാബുല്ലാഹ്, ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ അള്ളാഹുവിൻ്റെ കിതാബാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകൾ ഒരു വിഷയത്തിൽ അവരോട് ഓതിക്കേൾപ്പിച്ചു കൊടുത്താൽ അവർ പറയുന്ന പ്രതികരണമാണ് പറയുന്നത്, ബൈനനാ വ ബൈനക്കും കിതാബുല്ലാഹ്, ഞങ്ങളുടെയും നിങ്ങളുടെയും ഇടയിൽ സ്വീകരിക്കപ്പെടാവുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. ഫമാ വജദ്നാ ഫീഹി ഹലാലൻ, അതിൽ ഹലാലായിട്ട് ഞങ്ങൾ എന്തൊക്കെ കാണുന്നുവോ ഇസ്തഹലൽനാഹു, അതൊക്കെ ഞങ്ങൾ ഹലാലായി കാണും. വമാ വജദ്നാ ഫീഹി ഹറാമൻ, അള്ളാന്റെ കിതാബിൽ എന്തൊക്കെ ഹറാമായി കണ്ടെത്തിയോ ഹറംനാഹു, അതിനെ ഞങ്ങളും ഹറാമാക്കും. വഇന്നമാ ഹറമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കമാ ഹറമല്ലാഹ്, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്, എന്നാൽ അവർ അറിയാതെ പോയ കാര്യം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂല് ഹറാമാക്കിയത് എന്തൊക്കെയുണ്ടോ അതൊക്കെ അള്ളാഹു ഹറാമാക്കിയതുപോലെ തന്നെയാണ്. ഇത് മനസ്സിലാക്കാതെയാണ് പലരും സംസാരിക്കുന്നത്. അങ്ങനെ അഹ്ലുൽ ഖുർആനിൻ്റെ ആൾക്കാരെന്ന് ഓമന പേരിട്ട് ഞങ്ങളൊക്കെ ഖുർആനിൻ്റെ ആളുകളാണ്, ഹദീസുകളൊന്നും ഞങ്ങളോട് പറയേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയുണ്ടായി. അത് അധികം താമസിയാതെ തന്നെ ലോകത്ത് വന്നു. ഇന്നും അത് രൂക്ഷമായ അതിൻ്റെ അവസ്ഥയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പച്ചയായി ഹദീസുകളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളെ നമുക്ക് ചുറ്റും ഇന്ന് കാണുവാൻ സാധിക്കും. അള്ളാഹു നമ്മെ അത്തരക്കാരുടെ ശർറുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അവൻ വളരെ പ്രാധാന്യത്തോടുകൂടി അവൻ അനുസരിക്കേണ്ടതുണ്ട്. കാരണം ഈമാനുള്ളവർക്കേ അതിന് സാധ്യമാവുകയുള്ളൂ. വിശ്വാസികൾക്ക് മാത്രം, അള്ളാഹിനെ പേടിയുള്ളവർക്ക്, അതുപോലെ തന്നെ പരലോക ബോധമുള്ളവർക്ക്, അള്ളാഹുവിനെ സദാ സ്മരിക്കുന്ന ആളുകൾക്കൊക്കെ മാത്രമേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാതൃകാ പുരുഷനായി സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവരൊക്കെ ഹദീസുകളെ തള്ളും. അല്ലാത്തവരൊക്കെ അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളെ പരിഹസിക്കും, അവിടുത്തെ മാറ്റിവെക്കും. അവർ മറ്റു മേച്ചിൽ പുറങ്ങൾ തേടിപ്പോകും. അവർ മാതൃകയും മോഡലുമൊക്കെയായി സ്വീകരിക്കുക മറ്റു പലരെയുമായിരിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ. സൂറത്തുൽ അഹ്സാബിലെ 21-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നമ്മുടെ ഏറ്റവും അത്യുത്തമമായ റോൾ മോഡലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ആയത്തിൽ പറയുന്ന കാര്യം എന്താണ്? ആർക്കാണ് മാതൃക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മാതൃകയായി സ്വീകരിക്കുവാൻ ആർക്കേ കഴിയുകയുള്ളൂ? ഗൗരവത്തോടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറയാണ്, ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. എല്ലാവർക്കും അതിന് കഴിയൂല, എല്ലാവർക്കും അതിന് തൗഫീക്ക് കിട്ടൂല. ലിമൻ കാന യർജുല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കേ കഴിയൂ, പരലോക ബോധമുള്ളവർക്കേ കഴിയൂ. വദക്കറല്ലാഹ കസീറ, അള്ളാഹുവിനെ ധാരാളമായി സ്മരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന വലിയ തൗഫീഖാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിപൂർണമായും അംഗീകരിച്ച്, അവിടുത്തെ ബഹുമാനിച്ച്, അവിടുത്തെ ആദരിച്ച്, അവിടുത്തെ വാക്കുകളെ മുഴുവനും സ്വീകരിച്ച്, അവിടുത്തെ വാക്കുകൾ കേട്ടുകഴിഞ്ഞാൽ അതിനോടൊരു പുച്ഛഭാവമോ നീരസമോ പ്രകടിപ്പിക്കാതെ, ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞതുപോലെ വിശ്വാസിയായ പുരുഷനാണോ, വിശ്വാസിയായ ഒരു സ്ത്രീയാണോ
അള്ളാന്റെ റസൂല് പഠിപ്പിച്ച ഒരു കാര്യത്തോടും അവരുടെ മനസ്സുകളിൽ അല്പം പോലും നീരസമുണ്ടാവുകയില്ല. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ضل ضلالا മുബീനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞു സൂറത്തുൽ അഹ്സാബിലെ 36-ാമത്തെ ആയത്തിൽ തന്നെ, അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കാതിരിക്കാൻ ഒരു വിശ്വാസിയായ പുരുഷനോ സ്ത്രീക്കോ കഴിയൂല. ഒരു മുഅ്മിനായ പുരുഷനാവട്ടെ മുഅ്മിനത്തായ സ്ത്രീ ആവട്ടെ, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ഒരു തീരുമാനം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യത്തിൽ പിന്നെ ഇഷ്ടങ്ങൾക്ക് അവിടെ വിലയില്ല. ഒരു തെരഞ്ഞെടുക്കാം, വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ ഒഴിവാക്കാം എന്ന ഒരു ഓപ്ഷൻ, ഒരു തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും ആര് ധിക്കാരം കാണിക്കുന്നുവോ അവൻ വ്യക്തമായ വഴികേടാണ് വഴിപിഴച്ചിരിക്കുന്നത് എന്ന് അള്ളാഹു ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മളിതൊക്കെ കേവലം കേട്ടാൽ പോരെ, നമ്മുടെ മനസ്സുകളിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അള്ളാഹുവിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, അത് ശിരസാ വഹിക്കാൻ നമ്മൾ സന്നദ്ധരാവണം. മനസ്സിൽ ഒരു നീരസമോ വിഷമോ വെറുപ്പോ പരിഹാസമോ പുച്ഛമോ വില കുറഞ്ഞു കാണലോ ഒന്നും പ്രവാചക വചനങ്ങളോട് നമുക്കുണ്ടാകുവാൻ പാടില്ല. വളരെ കൃത്യമായി അള്ളാഹു നമ്മെ അറിയിച്ചിരിക്കുകയാണ്.